നമുക്ക് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് UG പുനഃപരീക്ഷ ഇന്നാണ് നടക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് ഈ പരീക്ഷ. കനത്ത സുരക്ഷയുടെ പശ്ചാത്തലത്തിലാണ് പരീക്ഷ നടക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ജന്തർ മന്ദറിലേക്ക് കോക്രോച്ച് പ്രവർത്തകർ രാപ്പകൽ സമരം തുടരുകയാണ്. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ പിന്നോട്ടില്ലെന്നാണ് CJP പറഞ്ഞത്. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഈ 2 കാര്യങ്ങളുടെയും വിശദാംശങ്ങൾ ശരത്ലാൽ നമുക്ക് ഡൽഹിയിൽ നിന്നും നൽകും. ശരത്ലാൽ, ഗുഡ് മോർണിംഗ്. 2 കാര്യങ്ങളുണ്ട്. ഓരോന്നായിട്ട് ഞാൻ ചോദിക്കാം. ആദ്യത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് വെച്ചാൽ നീറ്റ് പുനഃപരീക്ഷ നടക്കുന്ന ദിവസമാണ് എന്നുള്ളത്. 10-23 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിച്ച NDAയുടെ കഴിവുകേട് കാരണം റദ്ദാക്കപ്പെടേണ്ടി വന്ന നീറ്റ് പുനഃപരീക്ഷ ഇത്തവണ നടക്കുന്നു. അതും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ഇനി ഒരു ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകില്ല എന്നൊരു ആത്മവിശ്വാസത്തിലും ആഗ്രഹത്തിലുമൊക്കെയാണ് ഈ കണ്ട വിദ്യാർത്ഥികൾ മുഴുവൻ പരീക്ഷയ്ക്കായി ഇന്ന് എത്തുന്നത്. അപ്പം ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞോ? എത്ര കണ്ടാണ് നീറ്റ് പരീക്ഷയ്ക്കുള്ള സുരക്ഷ ഒരുക്കിയിരിക്കുന്ന ശരത്ത്? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. നീറ്റ് പുനഃപരീക്ഷ നടക്കുകയാണ്. ഇന്ന് 2 മണിക്കാണ് നീറ്റ് പുനഃപരീക്ഷയുടെ തുടക്കം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്. കാരണം ഈ തവണ NDA പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 22 ലക്ഷത്തോളം, അതായത് 22,79,743 വിദ്യാർത്ഥികളാണ് അഡ്മിറ്റ് കാർഡ് ഇതുവരെ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വളരെ പ്രത്യേകത എന്നുള്ളത് 1,25,00,000 MBBS സീറ്റുകളിലേക്കാണ് ഈ പരീക്ഷ നടക്കുന്നത്. അതായത് 20 പേരിൽ ഒരാൾക്ക് MBBS അഡ്മിഷൻ ലഭിക്കുമെന്ന് തന്നെയാണ് ഇതിൻ്റെ കണക്കുകൂട്ടുകൾ നമുക്ക് പറയുന്നത്. അതേപോലെ ഇതിൽ ഏറ്റവും കൂടുതൽ പരീക്ഷ എഴുതാൻ പോകുന്നത് പെൺകുട്ടികളാണ്. 13,32,929 പെൺകുട്ടികളും അതേപോലെ തന്നെ ആൺകുട്ടികളുടെ എണ്ണം വെറും 42% മാത്രമാണ് ആൺകുട്ടികൾ പരീക്ഷയ്ക്കെടുന്നത്. അങ്ങനെ 13,32,929 ആൺകുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. വളരെ പ്രത്യേകത കാര്യം, വളരെ ശക്തമായ അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങളാണ്. 11 മണി മുതൽ പരീക്ഷാ കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കും. 1:30 മണി വരെ മാത്രമാണ് പ്രവേശനം. അതുപോലെ ഡ്രസ് കോഡ് നിർബന്ധമാണ്. ഡ്രസ് കോഡിൽ പ്രധാനപ്പെട്ട സ്ലീവ്ലെസ്, അതേപോലെ സ്ലീപ്പറുകൾ, അതേപോലെ വലിയ ബൂട്ടുകളോ മറ്റോ ധരിക്കാൻ പാടില്ല. സ്ലീവ്ലെസ്സും അല്ലെ ടീഷർട്ടുകളും അഭികാമ്യമാണ്. നേരത്തെ ക്യൂകൾ ഒഴിവാക്കാൻ വേണ്ടി നേരത്തെ തന്നെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തണമെന്നാണ് ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇപ്പോൾ NDA സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് രാവിലെ നൽകിയ പത്രക്കുറിപ്പിൽ പറയുന്നത്. അതുപോലെ ഇന്ത്യക്ക് പുറത്ത് 14 കേന്ദ്രങ്ങളാണ് നീറ്റ് പുനഃപരീക്ഷ നടത്തുന്നത്. മൊത്തത്തിലുള്ള 5,433 പരീക്ഷാ കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ ഈ 2 മണി തൊട്ട് പരീക്ഷ നടക്കുന്നത്. എന്നാൽ ഈ പരീക്ഷയിൽ 6 ലക്ഷത്തോളം സുരക്ഷാ സൈനികരെ തന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അതുപോലെ പല സ്ഥലങ്ങളിലും ഡ്രോൺ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡ്, ബീഹാർ, അതേപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ എന്നീ സ്ഥലങ്ങളിലൊക്കെ തന്നെ 144 പരീക്ഷാ കേന്ദ്രങ്ങൾ, 144, 166 എന്നീ വകുപ്പുകളനുസരിച്ച് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരമുള്ള മുൻകരുതലൊക്കെ നടത്തുന്നു. ഈ തവണ ധർമ്മേന്ദ്ര മറ്റൊന്ന്, ഇപ്പം ശരത്ലാലിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ തന്നെ CJPയുടെ പ്രതിഷേധമാണ്. ഇപ്പം നമുക്കറിയാം, ഇന്നലെ CJPയുടെ പ്രതിഷേധത്തിന് പോലീസ് അനുമതിയൊക്കെ ഉണ്ടായിരുന്നു. 5 മണി വരെ പ്രതിഷേധിച്ചോളൂ എന്ന് പോലീസ് തന്നെ പറഞ്ഞു. അത് പ്രതിഷേധിച്ചാൽ പോരാ, കുറച്ചും കൂടി സമയം നീട്ടണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. 5 മണി 5:30 വരെ നീട്ടി. പക്ഷേ പിന്നീട് ഒഴിഞ്ഞു പോകാൻ തയ്യാറായില്ല. പിന്നെ അവിടെ ലേശം സംഘർഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആരംഭിച്ച ആ പ്രതിഷേധം, CJPയുടെ പ്രതിഷേധം ഇന്ന് രാവിലെയും നീണ്ടു നിൽക്കുകയാണ്. ഇന്നലെ അർദ്ധരാത്രിയും ഒക്കെ പ്രതിഷേധം കണ്ടു. ഇന്നും നീളുന്നു. 9 മണിയോടുകൂടി കൂടുതൽ പ്രവർത്തകരോട് അവിടേക്ക് എത്താൻ നിർദ്ദേശം നൽകിയതായി അറിയുന്നു. നിലവിൽ ഈ പാർട്ടി പാർട്ടിയുടെ നീക്കങ്ങൾ എങ്ങനെയാണ് ശരത്ലാൽ? ഇന്ന് നീറ്റ് പരീക്ഷ നടക്കുന്ന ദിവസമാണ്. അത്രയേറെ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. കേന്ദ്രമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ പ്രതിഷേധത്തെ എങ്ങനെ നേരിടാനാണ് പോലീസ് തീരുമാനം? പോലീസ് ഈ പ്രതിഷേധത്തോട് നിസ്സംഗത പാലിക്കുന്നു എന്ന് തന്നെ വേണം. കാരണം പോലീസിനെ സംബന്ധിച്ചോളം ഇന്നലെ പോലീസ് നമ്മളിപ്പോൾ നിൽക്കുന്ന ജന്തർ മന്ദറിലെ ഈ പ്രതിഷേധ വേദിയിലാണ്. ഇവിടെ ഇപ്പോൾ രാപ്പകൽ സമരമാണ് നടന്നത്. ഈ രാപ്പകൽ സമരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കാരണം ഒരു പെട്ടെന്ന് തന്നെ, അതായത് ഒരു 2 മണി വരെ 5 മണി വരെ എന്ന് മാത്രം വ്യക്തമാക്കുന്ന സമരമാണ്. പിന്നീട് രാപ്പകൽ രാത്രി കഴിഞ്ഞ് ഇപ്പോഴും തുടരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ വിദ്യാർത്ഥികൾ ധർമ്മേന്ദ്ര പ്രധാനെ വിക്കറ്റ്
ടാർഗറ്റാക്കി വെച്ചുകൊണ്ട് പിന്നെ ഇത് കളിക്കുകയാണ്, ക്രിക്കറ്റ് കളിക്കുകയാണ്. ഈ സമ്മേളനം അതിൽ അത്തരത്തിലുള്ള ഒരു ആഘോഷത്തോടു കൂടിയാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. ഇതിൽ വളരെ CJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നുള്ളതാണ്. അതിൽ കുറച്ചുള്ള യാതൊരുവിധ ഒത്തുതീർപ്പിനും തയ്യാറല്ല എന്നാണ് ഇന്നലെ വൈകിട്ട് അല്ലെങ്കിൽ ഇന്നലെ അർദ്ധരാത്രിയും പോലീസുമായി നടത്തിയ ചർച്ചയിൽ ഇവർ വ്യക്തമാക്കിയത്. അതനുസരിച്ചാണ് ഒരു ധർണാ സമരം ഒരു രാപ്പകൽ സമരമായി മാറുന്ന രീതിയിലേക്ക് നമുക്ക് കാണാം. ഇപ്പോൾ നമുക്കറിയാം ഈ സമരത്തിന് വന്നവരൊക്കെ തന്നെ പ്രാതൽ കഴിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇപ്പം നോർത്ത് ഇന്ത്യയിലെ പ്രാതലാണ് കഴിക്കുന്നത്, മിട്ടി എന്ന് പറയാം. അത് നമ്മൾ ബ്രെഡ് അല്ലെങ്കിൽ അത് മസാല വെച്ച് ബ്രെഡ് പൊരിച്ച അത്തരത്തിലുള്ള ഒരു ആഘോഷത്തോടു കൂടി സമരങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് വ്യക്തമാക്കേണ്ടി വരും. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ കിട്ടുന്നത് ഇവിടെ CJPയുടെ പ്രമുഖ നേതാക്കളൊന്നും ഇപ്പോൾ സമരഭേദിയില്ല. 9 മണിയോടെ അവരൊക്കെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സേതു, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെ നമുക്ക് പറയേണ്ടി വരും. CJP രാപ്പകൽ സമരം തുടരുന്നു, ധർമ്മേന്ദ്ര പ്രധാന്റെ അല്ലെങ്കിൽ രാജി ആവശ്യപ്പെട്ട് എന്നുകൊണ്ടാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. ഈ ജന്തർ മന്ദിലെ ഈ സമരപന്തലിൽ ഇപ്പോഴും അതേ ആവേശം തന്നെയാണ് തുടങ്ങിയ അതേ ആവേശം എന്നാണ്. ക്രിക്കറ്റ് കളിയും അതുപോലെ ഒരു കാലത്ത് ബ്രേക്ക്ഫാസ്റ്റും ക്രിക്കറ്റ് കളിയും ആഘോഷങ്ങളും ചെണ്ടകൊട്ടലും ഒക്കെ ആയിട്ട് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ശ്രീലക്ഷ്മി. ഓക്കെ ശരത്ത്, ശരി. ഇപ്പം ജന്തർ മന്ദറിൽ CJPയുടെ പ്രതിഷേധം തുടരുകയാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഈ CJP ജന്തർ മന്ദറിൽ നടത്തുന്നത്. മറ്റൊന്ന്, വലിയ സുരക്ഷയിൽ ഇന്ന് 10-23 ലക്ഷം കുട്ടികൾ വീണ്ടും അവർ വലിയ പ്രതീക്ഷയോടുകൂടി നീറ്റ് പരീക്ഷ എഴുതാൻ പോവുകയാണ്. എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, എല്ലാം സജ്ജമാണ്. ഇനി ഒരിക്കലും ഒരു ചോദ്യപേപ്പർ ചോർച്ച എന്നൊരു സംഭവം ഉണ്ടാകില്ല എന്ന് NIT ആവർത്തിച്ച് അവകാശപ്പെടുന്നുണ്ട്. നോക്കാം, NDAയുടെ അവകാശവാദവും നീക്കങ്ങളും ഒക്കെ അത് ഫലം കണ്ടാൽ മതിയായിരുന്നു. കാരണം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, തുടർച്ചയായി തന്നെ നീറ്റ് പരീക്ഷകളിൽ ക്രമക്കേടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം പൂർണ്ണമായിട്ടും പരിഹരിച്ച് ഇത്തവണത്തെ നീറ്റ് പരീക്ഷയെങ്കിലും നീറ്റായിട്ട് നടക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് കഴിയട്ടെ, അല്ലേ?